ശ്രീകൃഷ്ണ കോളേജ് ഫോർ ഹെൽത്ത് കെയർ ആൻഡ് മീഡിയ സ്റ്റഡീസ്. VWalk മെഡിക്കൽ ആപ്പ്, നഴ്സിംഗ് ഡിപ്ലോമ, പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. മികച്ച ആശുപത്രികളിലും ഫാർമസികളിലും പരിശീലനം. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക് പ്രത്യേകാനുകൂല്യങ്ങൾ. കൂടാതെ ഓൺലൈൻ ക്ലാസുകളും ഇവിടെ ലഭ്യമാണ്. 9800 വനിതകൾക്ക് ജോലി നേടിക്കൊടുത്ത വടക്കാഞ്ചേരിയിലെ 28 വർഷത്തെ പാരമ്പര്യമുള്ള അംഗീകൃത സ്ഥാപനം. +2 തോറ്റവർക്കും ജയിച്ചവർക്കും പ്രവേശനം. ശ്രീകൃഷ്ണ കോളേജ് ഫോർ ഹെൽത്ത് കെയർ ആൻഡ് മീഡിയ സ്റ്റഡീസ്, ഓട്ടുപാറ ബൈപ്പാസ് ജംഗ്ഷൻ, അറേബ്യൻ മെഡിക്കൽസിന് സമീപം, അറേബ്യൻ ടയേഴ്സിന് മുകളിൽ. എളനാട് ഫോറസ്റ്റ് സ്റ്റേഷന് പുതിയ വാഹനം അനുവദിച്ച് MLA UR പ്രദീപ്. മനുഷ്യ വന്യജീവി സംഘർഷ മേഖലയിൽ വനപാലകർക്ക് എത്രയും പെട്ടെന്ന് എത്തിച്ചേരുന്നതിന് ഈ വാഹനം സഹായിക്കും. എളനാട് ഫോറസ്റ്റ് സ്റ്റേഷനിലെ വനപാലകർക്ക് സുഗമമായി ജനസേവനത്തിനായി പുതിയ ബൊലേറോ ക്യാമ്പർ വാഹനം കൈമാറി. മനുഷ്യ വന്യജീവി സംഘർഷ മേഖലകളിലേക്ക് വനപാലകർക്ക് കഴിവതും വേഗത്തിൽ ഓടിയെത്തി ജനങ്ങളെ സഹായിക്കുന്നതിനാണ് വാഹനം അനുവദിച്ചത്. ചേലക്കര MLA UR പ്രദീപിന്റെ 2025-26 വർഷത്തെ വികസന ഫണ്ടിൽ നിന്നും 13.5 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് വാഹനം ലഭ്യമാക്കിയത്. എളനാട് ഫോറസ്റ്റ് സ്റ്റേഷനിൽ വെച്ച് നടന്ന ചടങ്ങിൽ UR പ്രദീപ് MLA ഫ്ളാഗ് ഓഫ് കർമ്മം നിർവഹിച്ചു. നമുക്കത് വലിയ വിഷമവും സങ്കടവും, കൃഷിക്കാരെ സഹായിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തുകയാണ്. പക്ഷേ കൃഷിക്കാരെ സഹായിക്കാൻ വേണ്ടി കൂടിയാണ്, പൊതുജനത്തെ സഹായിക്കാൻ വേണ്ടിയാണ്. കഴിഞ്ഞ ഗവൺമെൻറ് സമയത്ത് ശ്രീ കെ രാധാകൃഷ്ണൻ MP ഇത് മന്ത്രിയായുള്ള സമയത്ത് അദ്ദേഹം പ്രത്യേകം ഇടപെട്ടുകൊണ്ട് അന്ന് നമ്മുടെ മണ്ഡലത്തിൽ വിവിധ പ്രപ്പോസലുകൾ കൊടുക്കുകയും അതനുസരിച്ച് 10-30 കിലോമീറ്റർ നമുക്ക് വിവിധ കേന്ദ്രങ്ങളിൽ അന്ന് അനുവദിച്ചു കിട്ടുകയും, തുടർന്ന് ഉപതെരഞ്ഞെടുപ്പ് ശേഷം ഞാൻ വരികയും അതിൻ്റെ ഫോളോ അപ്പ് നടത്തിയപ്പോൾ 10-30 കിലോമീറ്റർ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞു. ഇനിയും 13 കിലോമീറ്ററും കൂടെ നമ്മുടെ മണ്ഡലത്തിനകത്ത്, പ്രത്യേകിച്ച് ചേലക്കര മുതൽ വാഴക്കോട് വരെയുള്ള പ്രദേശങ്ങൾ ഇനി നമുക്ക് ചെയ്ത് കിട്ടാണ്ട്. പക്ഷെ എന്നാൽ ഇപ്പോൾ നമുക്ക് തോന്നുന്നു ഇളനാട് പ്രദേശത്ത് ചെറിയൊരു ആശ്വാസമുണ്ട്. ആനകളുടെ കടന്നുവരവ് ഇങ്ങോട്ട് കുറഞ്ഞിട്ടുണ്ട്. നേരത്തെ ഉണ്ടായിരുന്നു. തിരുമണി പ്രദേശത്തെല്ലാം എന്നും രാത്രി ആളുകളിങ്ങനെ വിളിച്ചുകൊണ്ടിരുന്നു. ഇപ്പോൾ അല്പം കുറവുണ്ടായിട്ടുണ്ട്. എന്നാൽ അപ്പുറത്ത് നോക്കുമ്പോൾ നമുക്കിപ്പോഴും ഏതു നേരം നമ്മുടെ ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇപ്പോൾ അവിടെ ആ അതിർത്തി പ്രദേശങ്ങൾ ഓടി ഇടയ്ക്ക് എന്നെ വിളിക്കാറുണ്ട്. നമുക്കതിന് അടിയന്തരമായി പരിഹാരം കാണണം എന്നൊക്കെ. അദ്ദേഹത്തിന് ഇപ്പോൾ വന്നപ്പോൾ അതിൻ്റെ വളരെ ഗൗരവം മനസ്സിലായിട്ടുണ്ട്, ജയിച്ചു വന്ന ശേഷം. എന്നാൽ അത് ഇത്തരം ജനപ്രതിനിധികൾക്ക് ഒരു പരിധി വരെ നമ്മുടെ ഫോറസ്റ്റിൻ്റെ സഹായത്തോടു കൂടിയാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. അവിടെ ഇനി കമ്പിവേലി നമുക്ക് മുഴുമിക്കേണ്ടത് അതിൻ്റെ പ്രപ്പോസലായിട്ടുണ്ട്. അതിൻ്റെ പുറകിൽ നിന്നുകൊണ്ട് പഴയന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജിത മുരളി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് P പ്രശാന്തി, തൃശൂർ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ ജോസഫ് തോമസ് IAFS എന്നിവർ മുഖ്യ അതിഥികളായിരുന്നു. പ്രയാസങ്ങൾ അറിഞ്ഞുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട MLA അവർക്ക് ഏറ്റവും അധികം എത്തിപ്പെടാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു സാഹചര്യം ഇവിടെ ഒരുക്കിയിരിക്കുകയാണ്. അതിന് പ്രിയപ്പെട്ട MLAയോട് നമുക്ക് എല്ലാവർക്കും തീർത്താതീരാത്ത നന്ദിയും കടപ്പാടുമുണ്ട്. അത് ഈ സമയം അറിയിക്കുകയാണ്. നമ്മുടെ ഉദ്യോഗസ്ഥർ രാപ്പകലില്ലാതെ ഈ മേഖലയിൽ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ തന്നെയാണ്. നിരന്തരമായ സേവനം തന്നെയാണ് അവരിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. നമുക്കറിയാം, ഇന്നത്തെ കാലത്ത് ഒട്ടേറെ നിയമത്തിൻ്റെ പ്രതിസന്ധികളൊക്കെ നിലനിന്നു പോകുന്ന ഈ ഒരു സാഹചര്യത്തിൽ വന്യജീവികളുടെ ആക്രമണത്തിൻ്റെ അല്ലെങ്കിൽ വന്യജീവികളുടെ ശല്യം കുറയ്ക്കുന്നതിന് വേണ്ടി നമുക്ക് ഒരു പരിധി വരെ ആണ് ഇടപെടാൻ സാധിക്കുന്നുള്ളൂ. ഇപ്പോൾ ഇവിടെ നമ്മുടെ MLA സൂചിപ്പിച്ച പോലെ തന്നെ കാട്ടാനകളുടെ ശല്യം, മുൻകാലങ്ങളിലൊന്നും നമുക്ക് ഇത്രമാത്രം വന്യജീവികളുടെ ശല്യം ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇന്നിപ്പോൾ ഈ അടുത്ത കാലത്ത് നമ്മുടെ തൊട്ടടുത്ത് തന്നെ നമ്മുടെ കാട്ടാനകളൊക്കെ ഇറങ്ങി വന്ന് നമ്മുടെ കൃഷിയും കർഷകർക്ക് വലിയ നഷ്ടം സംഭവിക്കുന്ന കാഴ്ചയാണ് നിരന്തരമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് T ഗോപാലകൃഷ്ണൻ, പഴയന്നൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CC സുരേഷ്, മച്ചാട് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ അജിൽ P വേണുഗോപാൽ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം PV വിനു, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സജി, അനു രാമദാസ്, T നിർമ്മല, വടക്കാഞ്ചേരി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ അശോക് രാജ്, വാഴാനി ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ P വിനോദ്, എളനാട് ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ R ജയകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു സംസാരിച്ചു. പ്രവർത്തിക്കുന്ന ഞാൻ ആശംസിക്കുകയാണ്, അല്ലെങ്കിൽ ഞാൻ ആസ് എ DFO നിർദ്ദേശിക്കും കൂടി ചെയ്യാണ്. പിന്നെ അത് കൂടാതെ എനിക്ക് പറയാനുള്ളത് വാഹനം നമുക്ക് കിട്ടി. എന്നിരുന്നാലും പ്രസിഡന്റ്മാരുടെ ശ്രദ്ധയ്ക്ക് പ്രത്യേകിച്ച് ഇപ്പോൾ വന്യജീവി സംഘർഷം ഒരു ഡിസാസ്റ്ററായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷമാണ് എനിക്ക് തോന്നുന്നത് പ്രഖ്യാപിച്ചേക്കുന്നത്. അപ്പോൾ അതിനുശേഷം എനിക്ക് തോന്നുന്നത് പഞ്ചായത്തുകളുടെ പ്ലാൻ ഫണ്ടിൽ
ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്ലാൻ ഫണ്ടിൽ ഇതിലൊക്കെ ഒരു ഡിസാസ്റ്ററിന് വേണ്ടിയിട്ട് ഒരു ഫണ്ട് മാറ്റി വെക്കാറുണ്ട്. അപ്പോൾ അതെനിക്ക് തോന്നുന്നത് പൊതുജനങ്ങളുടെ കൂടിയും നമ്മുടെ സ്റ്റാഫിൻ്റെ കൂടിയും എന്നിട്ട് ഒരു ആലോചനാ യോഗം നടത്തിയ ശേഷം എത്രയും പെട്ടെന്ന് ആ ഫണ്ട് വിനിയോഗിച്ച് നമുക്ക് ഈ ഒരു മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കാനുള്ള നടപടി നമ്മൾ സ്വീകരിക്കണം എന്നാണ് ഞാൻ അഭ്യർത്ഥിക്കുന്നത്. ന്യൂസ് ഡെസ്ക് CCV.